സാറേ, അമേരിക്കൻ പ്രസിഡന്റ് വസതിയായ വൈറ്റ് ഹൗസിന് സമീപം തന്നെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. അപ്പൊ വീണ്ടും യൂറോപ്പ് ഒന്ന് ഞെട്ടണം, അല്ലെ അമേരിക്ക ഞെട്ടണം എന്നൊക്കെയല്ലേ എൻ്റെ അർത്ഥം? ഇത് ചെയ്തിരിക്കുന്നത് ഈ ഭീകരാക്രമണം ഒറ്റയ്ക്കൊരാളാണ് ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അയാള് അഫ്ഗാനിസ്ഥാൻകാരനാണ്. വൈറ്റ് ഹൗസിന്റെ അടുത്ത് തന്നെ ഇത് ഭീകരാക്രമണമായിട്ട് തന്നെ കരുതുന്നു എന്നാണ് അമേരിക്ക പീറ്റർ ഹെക്സേത്ത് പ്രതിരോധ സെക്രട്ടറി ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഭീകരാക്രമണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭീകരന്മാർ ചെയ്യില്ലേ, ആംബുഷ് എന്ന് പറയില്ലേ, 2 നാഷണൽ ഗാർഡുകൾ അവിടെ ഉള്ളത്. ആ നാഷണൽ ഗാർഡുകളെ ആക്രമിക്കുകയാണ് ഇയാൾ ചെയ്തത്. അപ്പോൾ ഇയാളെ വെടിവെച്ചു, 4 തവണ ഇയാളെ വെടിവെച്ചു. ഇയാൾ ആശുപത്രിയിലാണ്. 2 നാഷണൽ ഗാർഡുകൾ മരിച്ചു എന്ന് ആദ്യം റിപ്പോർട്ട് വന്നിരുന്നു. അവരുടെ ഗുരുതരാവസ്ഥയിലാണ്, ആശുപത്രിയിലാണ് 2 നാഷണൽ ഗാർഡുകൾ. അതീവ ഗുരുതരാവസ്ഥയിലാണ്. കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി വിവരങ്ങൾ വരുമായിരിക്കും. അപ്പോൾ ഈ അക്രമി കസ്റ്റഡിയിലാണ്, ആശുപത്രിയിലാണെങ്കിലും കസ്റ്റഡിയിൽ എന്ന് പറയാം. നല്ല തിരക്കുള്ള, വൈറ്റ് ഹൗസിൽ നിന്ന് നടന്നു പോകാവുന്നതേ ഉള്ളൂ, 4 ബ്ലോക്ക് അപ്പുറത്ത് നല്ല തിരക്കുള്ള ഫറാഗുത്ത് മെട്രോ സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഉച്ചയ്ക്ക് ശേഷം 2:15 അവിടുത്തെ സമയം ഇത് നടന്നത്. അപ്പോൾ ഇയാള് ഒരു 10-15 വെടിവെച്ചിട്ടുണ്ട്. ഹാൻഡ് ഗൺ കയ്യിലുണ്ടായിരുന്നു. ഹാൻഡ് ഗൺ കൊണ്ട് 10-15 വെടിവെച്ചിട്ടുണ്ട്. അപ്പോൾ പീറ്റർ ഹെക്സേത്ത് പറഞ്ഞിരിക്കുന്നത്, പ്രതിരോധ സെക്രട്ടറി, 500 പേരെ കൂടി, നാഷണൽ ഗാർഡുകളെ കൂടി വാഷിങ്ടൺ തലസ്ഥാന നഗരം നിയോഗിക്കുവാൻ പോകുന്നു എന്നാണ്. ഇപ്പം തന്നെ നാഷണൽ ഗാർഡുകൾ എന്ന് പറഞ്ഞാൽ പല നഗരങ്ങളിലും ഈ നാഷണൽ ഗാർഡുകൾ നിയോഗിക്കുന്നതിനെതിരെ ആ ഡെമോക്രാറ്റിക് സംസ്ഥാനങ്ങൾ അവർ പ്രതിഷേധിച്ചിരുന്നല്ലോ. പല സ്ഥലത്തും ഈ ക്രമസമാധാനത്തിന് നാഷണൽ ഗാർഡുകൾ നിയോഗിക്കുന്നത്, അത് കോടതി ചില സ്ഥലത്ത് അതിനെതിരെ വിധിയും ഒക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് ഗാർഡുകൾ പട്രോൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, നാഷണൽ ഗാർഡുകൾ. ഈ വൈറ്റ് ഹൗസിൻ്റെ അപ്പുറത്ത് ഈ എന്താ പറയുക, ഈ ജംഗ്ഷനിൽ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത്. അപ്പോൾ അക്രമി ഒരു മൂലയിൽ നിന്നാണ് ഇവർക്ക് നേർക്കടുത്തത്. തോക്ക് ചൂണ്ടി വെടിവെച്ചു. 2 പേരുടെ തലയ്ക്കാണ് വെടിയേറ്റത്. അപ്പോഴേക്കും മറ്റ് ഗാർഡുകൾ വന്ന് ഇയാളെ കീഴ്പ്പെടുത്തി. അതിൻ്റെ അടുക്ക് അവർ വെടിയും വെച്ചു. ഇയാളെ 4 വെടിവെച്ചു. 29 വയസ്സുള്ള അഫ്ഗാൻകാരൻ റഹ്മത്തുള്ള ലഖൻവാൾ ആണ് അക്രമി. റഹ്മത്തുള്ള ലഖൻവാൾ അഫ്ഗാൻകാരൻ. 2021 ഇയാള് അമേരിക്കയിലെത്തിയതാണ്. അന്ന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ അലൈസ് വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അവര് പിന്മാറുകയാണല്ലോ അന്ന് അമേരിക്ക 2021. അതിനോടനുബന്ധിച്ച് അഫ്ഗാൻകാർക്ക് കുറെ പേർക്ക് കുടിയേറാം എന്നുള്ളൊരു പദ്ധതി. അപ്പോൾ അലൈസ് വെൽക്കം എന്ന് പറഞ്ഞ പദ്ധതിയിലെത്തി ബെല്ലിംഗ്ഹാമിൽ, വാഷിങ്ടണോടടുത്ത് തന്നെയുള്ള ബെല്ലിംഗ്ഹാമിൽ താമസിക്കുന്ന ആളാണ് ഈ അഫ്ഗാനിസ്ഥാൻകാരനായ അക്രമി റഹ്മത്തുള്ള ലഖൻവാൾ. അപ്പോൾ ഇയാള് ഭീകര പ്രവർത്തനമാണ് നടത്തിയത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അവിടെ ഫറാഗുട്ട് മെട്രോ സ്റ്റോപ്പിൻ്റെ അടുത്ത് 17th and 1st തെരുവുകളുടെ സന്ധിയിലാണ് ഈ സംഭവം, ജംഗ്ഷനിലാണ് ഈ സംഭവം ഉണ്ടായത്. അതീവ സുരക്ഷാ മേഖലയാണിത്. വൈറ്റ് ഹൗസ് ഉള്ള സ്ഥലമായതുകൊണ്ട് അതീവ സുരക്ഷാ മേഖല. മാത്രമല്ല ഈ ഫറാഗുട്ട് സ്ക്വയർ, ചത്വരം, ആ സ്ക്വയർ വലിയ, ഈ ഉച്ച സമയല്ലേ ഭയങ്കര തിരക്കുള്ള ലഞ്ച് സ്പോട്ട്, ആളുകൾ ഭക്ഷണത്തിനൊക്കെ പോകുന്ന ആ സമയം. ഓഫീസുകൾ, ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്, ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കോഫി ഷോപ്പുകളും ഉണ്ട് ഈ ചത്വരത്തിൽ, ഫറാഗുട്ട് സ്ക്വയറിൽ. പിന്നെ അവിടെ അമേരിക്കയിൽ വ്യാഴം എന്ന് പറയുമ്പോൾ
ഈ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. മുൻ വർഷത്തെ ആ. നന്മകൾക്കൊക്കെ തിരിച്ച് നമ്മൾ നന്ദി പറയുന്ന, അമേരിക്കക്കാരും നന്ദി പറയുന്ന ദിവസമാണ് ഈ വ്യാഴാഴ്ച എന്ന് പറയുന്നത്. അതിന് ചില ആചാരങ്ങളൊക്കെ ഉണ്ട് അവിടെ. 2 കോഴികൾ ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവന്നിട്ടേ ആ കോഴികളെ അറക്കാതെ തിരിച്ച് ഒരു ഫാമിലേക്ക് തന്നെ കൊടുക്കുന്ന ആ കോഴികളുടെ ചിത്രമൊക്കെ വന്നിരുന്നു. അതിന് 2 പേരും ഒക്കെ ഇട്ടിട്ട് ട്രംപ് വൈറ്റ് ഹൗസിൽ ഈ 2 കോഴികളെയൊക്കെ കൊണ്ടുവന്നിട്ട് അറക്കാതെ തിരിച്ച് അങ്ങനെ ദയാവായ്പ കാണിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. കേക്ക് കട്ടിങ്ങും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ താങ്ക്സ് ഗിവിങ്ങിന്റെ പ്രധാനപ്പെട്ട ആ ദിവസത്തിനോട് ചേർന്നാണ് ഈ ഭീകരാക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഫറാഗുഡ് സ്ക്വയറിൽ ഈ വിളക്ക് കാലുകളൊക്കെ ഉണ്ടല്ലോ, അതിലുമൊക്കെ അലങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുഷ്പങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. 2 മെട്രോ സ്റ്റേഷനുകൾക്കിടയിൽ ഒരു പാർക്കും അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഫ്ലോറിഡയിൽ പാം ബീച്ച് റിസോർട്ടിലായിരുന്നു ട്രംപ് ഈ വെടിവയ്പ് നടക്കുമ്പോൾ. അത് കഴിഞ്ഞ് താങ്ക്സ് ഗിവിങ്ങിന് വൈറ്റ് ഹൗസിലേക്ക് പുറപ്പെടാനിരിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. JD വാൻസ് വൈസ് പ്രസിഡന്റ് കെൻഡക്കിയിലും ആയിരുന്നു. അപ്പോൾ ട്രംപ് സാധാരണഗതിയിൽ പറഞ്ഞു, ആ മൃഗം ഇതിനൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞു. ഈ അക്രമിയെ പറ്റി അങ്ങനെ പറഞ്ഞു. ആ മൃഗം ഇതിനൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞു. വെറുതെ വിടുന്ന പ്രശ്നമില്ല. അപ്പോൾ ഈ 8 നഗരങ്ങളിൽ നിന്നുള്ള നാഷണൽ ഗാർഡുകൾ ഇവിടെ വാഷിങ്ടണിൽ മറ്റേ സുരക്ഷ ജോലിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വാഷിങ്ടണിൽ 2200 ഗാർഡുകളാണ് ഉള്ളത്. കൊളംബിയ, ലൂയിസിയാന, മിസിസിപ്പി, ഒഹായോ, സൗത്ത് കാരലൈന, വെസ്റ്റ് വിർജീനിയ, ജോർജിയ, അലബാമ, അവിടെ നിന്നൊക്കെ ഉള്ള സുരക്ഷാ ഭടന്മാർ ഒക്കെ ഉള്ളപ്പോഴാണ് ഇത്. അപ്പം ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നത് അക്രമി ന്യൂയോർക്ക് പോസ്റ്റാണ് പറഞ്ഞത് അക്രമി അലൈസ് വെൽക്കം എന്ന് പറഞ്ഞ സ്കീമിൽ എത്തി അവിടെ താമസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഭീകരാക്രമണമൊക്കെ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അമേരിക്കയാണ് എപ്പോഴും മുന്നിട്ട് ഇറങ്ങുന്നത്, അല്ലേ? ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഇത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ട്രംപിനെ ശരിക്കും ഒന്ന് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയല്ല. അതായത് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ മോട്ടീവ്, ഇയാളിത് എന്തിനു ചെയ്തു എന്നുള്ളതിനെ ധാരണയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഭീകരാക്രമണമാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാവുന്നത് താലിബാന് 2021 അമേരിക്ക അവിടെ നിന്ന് ആയുധങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പിൻവാങ്ങി. ആയുധങ്ങൾ പ്രധാനമായിട്ട് ഉപേക്ഷിച്ചത് കാബൂളിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ ബാഗ്രാം എയർബേസ്. ബാഗ്രാം എന്ന് പറഞ്ഞ വ്യോമത്താവളം 1956 ആ കാലത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് പണിതാണ്. കാരണം സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ ഒരു ഉപഗ്രഹ രാജ്യം പോലെ കുറെ കാലം കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ വ്യോമത്താവളം സോവിയറ്റ് യൂണിയൻ പണിതാണെങ്കിലും അതെടുത്തിട്ട് ഒരുപാട് കോടികൾ 2500 കോടി ഒക്കെ ചെലവാക്കി അമേരിക്ക പരിഷ്കരിച്ചു. അതിൻ്റെ അകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു ബാഗ്രാം ഒരു ടൗൺഷിപ്പ് പോലെ വികസിപ്പിച്ചു അമേരിക്ക. കടകള്, സ്പാകൾ, എല്ലാ സംഗതികളും. അവിടുത്തെ പട്ടാളക്കാര്, അമേരിക്കൻ പട്ടാളക്കാർക്ക് വന്നവർക്ക് സുഖമായിട്ട് ജീവിക്കണമല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വികസിപ്പിച്ച് എടുത്തിരുന്ന സ്ഥലമാണ് ഈ വ്യോമത്താവളമാണ് ബാഗ്രാം. പക്ഷേ ട്രംപ് ഈ 2ാം ഊഴത്തിൽ വന്നിട്ട് ട്രംപിന്റെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ ബൈഡൻ കാണിച്ച മണ്ടത്തരമാണ് അവിടെ നിന്ന് പിൻവാങ്ങിയത്. ചെയ്യാൻ പാടില്ലായിരുന്നു. 2021 പിൻവാങ്ങാൻ പാടില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇൻഡോ പസഫിക്കിൽ ഇപ്പൊ ചൈന വലിയ വെല്ലുവിളിയാണല്ലോ അമേരിക്കയ്ക്ക്. അപ്പോൾ ആ വെല്ലുവിളിയൊക്കെ ചെറുക്കാനായിട്ട് ഈ അഫ്ഗാനിസ്ഥാനിലൊരു താവളം ഉണ്ടായിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് അതുകൊണ്ട് ഗുണമുണ്ടായേനെ. ട്രംപിനാവുമ്പോൾ വേറെ കച്ചവട താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം പാകിസ്ഥാനിൽ കച്ചവട താല്പര്യങ്ങളുണ്ട്, ബലൂചിസ്ഥാനിലും മറ്റും. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ തൊട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അപ്പോൾ 2 മാസം മുമ്പേ
ട്രംപ് ആവശ്യപ്പെട്ടു ആ ബാഗ്രാം വ്യോമത്താവളം ഉം. ഞങ്ങൾക്ക് വീണ്ടും വിട്ടുതരണം അഫ്ഗാനിസ്ഥാനിൽ പോയി പണി നോക്കാൻ താലിബാൻ പറഞ്ഞു. ഇത് ഒന്നാമത് ഇന്ത്യയോടൊക്കെ ഇപ്പൊ വലിയ അടുപ്പത്തിലാണ് താലിബാൻ. ഇന്ത്യയോടൊക്കെ ചോദിച്ചിട്ടൊക്കെ അല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ആ ബാഗ്രാം വ്യോമത്താവളം വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നൊരു നിലപാടൊക്കെ എടുത്തു. അപ്പൊ സത്യത്തിലൊരു ഭീകര സംഘടനയാണ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത്. താലിബാൻ ആണ്. താലിബാൻ ആണ്. പിന്നെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ TTP അവരുടെ താവളം അഫ്ഗാനിസ്ഥാനിലാണ്. പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആണെങ്കിൽ മുജാഹിദ്ദീൻ ഗർലകളും ഒക്കെ ഉണ്ട്. ന്യായമായും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയ ഒരാൾക്കും ഈ മനുഷ്യനും റഹ്മത്തുള്ള ലഖൻവാൾ ഈ പശ്ചാത്തലം അത്യാവശ്യം ഉണ്ടാവും. അപ്പോൾ ഭീകരാക്രമണത്തിന് അത്യാവശ്യം കാരണമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പശ്ചാത്തലത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.